ഇന്ത്യ മുന്നണിക്കൊരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കുന്നു, മല്ലികാർജുൻ ഖാർഗെ. നിതീഷ് കുമാറിനെ കൺവീനർ ആക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മമതയും അഖിലേഷ് യാദവും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് എല്ലാ കക്ഷികൾക്കും യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞ് നിതീഷ് താൽക്കാലികമായി മാറി നിൽക്കുകയാണ്. സ്വാഭാവികമായും അതിനുള്ള സാധ്യതയേറെയാണ് നിതീഷ് കൺവീനർ സ്ഥാനത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് ന്യായയാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മുന്നണിയുടെ ഘടന ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? ഇവിടെ മുന്നണിയുടെ ഘടന ഉണ്ടായില്ലല്ലോ. ഇതുവരെയും ആ മുന്നണിക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരുമിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ മുന്നണിയിൽപ്പെടുന്നവരെ പ്രത്യേകിച്ച് നമ്മളൊന്ന് പരിശോധിക്കുക. അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി അവസരവാദ രാഷ്ട്രീയം ഉപയോഗിക്കുന്നവരാണ് ഇതിലുള്ള എല്ലാവരും. അധികാരത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏത് അവസരവാദ രാഷ്ട്രീയവും ഏത് നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇതിൽ അധികവും. അതുപോലെ തന്നെ കുടുംബാധിപത്യം, നമുക്കറിയാം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ കുടുംബാധിപത്യം കോൺഗ്രസിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലെ ഘടകകക്ഷികളും എല്ലാം കുടുംബാധിപത്യത്തിലുള്ളതാണ്. അതെ, മഹാരാഷ്ട്രയിലും മറ്റുമൊക്കെയും സീറ്റ് വിഭജന ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തർക്കവുമായിരിക്കുന്നു. സാധാരണഗതിയിൽ സീറ്റുകൾ സംബന്ധിച്ച് ഉള്ള സ്വാഭാവിക തർക്കമല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ എന്താണ് ഇതിൽ കാണാനാകുന്നത്? അല്ല നിതീഷ്, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞോട്ടെ. ഇതിൽ ഈ മുന്നണിയിൽ പെടുന്നവർ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചവരും ഇപ്പോഴും അഴിമതി ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പൊ കുടുംബാധിപത്യമാണോ അവസര രാഷ്ട്രീയമാണോ നിങ്ങളുടെ മുന്നണിയിലെ ആൾക്കാർ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മുന്നണിയെ ഒരുമിച്ച് നിർത്തുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കാര്യം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ശരിയായ ദിശയിലല്ല പോകുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വം ശരിയായ ദിശയിൽ പോകാത്തത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രധാന വിഷയം. മാത്രമോ ഇതിലുള്ള അധികം നേതാക്കൾക്കും എന്താകണം, പ്രധാനമന്ത്രിയാകണം. ഇവിടെ ഇന്ത്യ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയോ ഇന്ത്യയുടെ സെക്കുലർ ഡെമോക്രസിക്ക് വേണ്ടിയോ ഒന്നുമല്ല. ഇവിടെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടുകെട്ട്. നോക്കൂ, ഈ ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ മാത്രമാണ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ കൺവീനറിന്റെ കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തന്നെ മുഴച്ചു നിൽക്കുന്നു. ഒന്ന്, മമത അതൃപ്തി പ്രകടിപ്പിക്കുന്നു. നിതീഷ് കുമാറും മമതയും തമ്മിൽ ഒരു ഗ്രഡ്ജ് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മീറ്റിങ്ങിലെയും ഈ മീറ്റിങ്ങിലെയും ഔട്ട്കമാണ്. മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, ബംഗാളിലായിക്കൊള്ളട്ടെ, സീറ്റ് വിഭജന ചർച്ച എങ്ങും എത്താതെ നിൽക്കുകയും ചെയ്യുന്നു. അവിടെയാണ് BJPയുടെ പരിഹാസമുണ്ടാകുന്നത്. അല്ല, BJPയുടെ പരിഹാസം അവരിത് പരിഹസിക്കുമ്പോൾ അവരാലോചിക്കണം, ഈ മുന്നണി രൂപം കൊണ്ടിട്ട് കുറച്ച് കാലമായി. അതിൻ്റെ പേര് INDIA എന്നാണ്. അതിനൊരു കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റി CPM ഇല്ല. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരു മുന്നണി സംവിധാനം ഇല്ലാതെ ഇതൊന്നും വരില്ലല്ലോ. ഇന്ന് മല്ലികാർജുൻ ഖാർഗെയെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു. അത് മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രാദേശിക കക്ഷികളുടെ കൂട്ടുകെട്ടാണ്. അതുകൊണ്ടാണ് പ്രാദേശികമായി മുഖ്യമന്ത്രിമാരായിരിക്കുന്ന പലർക്കും ഈ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നുള്ള ശരിയാണ്. പക്ഷേ എത്ര ഭിന്നത ഉണ്ടായിട്ടും ആരും വിട്ടുപോയില്ലല്ലോ ഇതുവരെ. ആരും വിട്ടുപോയില്ലല്ലോ. ആരും വിട്ടുപോയില്ല, അഭിപ്രായം പറയുന്നു. അതാണ് ഈ മുന്നണിയുടെ പ്രത്യേകത. You are watching Reporter Evening Show.